1844 നവംബർ 25 ജർമ്മനിയിലെ മൾബർഗിൽ ഒരു ലോക്കോമോട്ടീവ് ഡ്രൈവറുടെ മകനായിട്ടാണ് കാൾ ബെൻസ് ജനിക്കുന്നത്. തനിക്ക് 2 വയസ്സുള്ളപ്പോൾ ന്യൂമോണിയ ബാധിച്ച് അച്ഛൻ മരണപ്പെട്ടു. എങ്ങനെയും മകന് നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന ആഗ്രഹത്താൽ അമ്മ കഷ്ടപ്പെട്ടു. മിടുക്കനായി തന്നെ അവൻ പഠിക്കാനും തയ്യാറായി. കെമിസ്ട്രിയിലും മെക്കാനിക്കൽ വിഷയങ്ങളിലും വലിയ ഇൻട്രസ്റ്റ് ആണ് ഈ കുട്ടി കാണിച്ചിരുന്നത്. തന്റെ ഇഷ്ടപ്രകാരം എൻട്രൻസ് എഴുതി 16-ാമത്തെ വയസ്സിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് കയറി. സാമാന്യം നല്ല മാർക്കോടെ പഠിച്ചിറങ്ങുകയും ചെയ്തു. 7 വർഷത്തോളം പല കമ്പനികളിലായി മാറി മാറി ജോലി ചെയ്തു. പിന്നീട് സ്വന്തമായി ബിസിനസ് തുടങ്ങാം എന്ന പ്ലാനിൽ ഇറങ്ങുകയായിരുന്നു. 1870 ഇദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെടുകയാണ്. ശേഷം ബെർത്ത ബെൻസ് എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു. സ്വന്തമായൊരു മെക്കാനിക്കൽ കമ്പനി അദ്ദേഹവും ഭാര്യയും കൂടെ തുടങ്ങി. ഒഴിവു സമയങ്ങളിൽ പ്രവർത്തിച്ച് അദ്ദേഹം സ്വന്തമായ ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ നിർമ്മിച്ചെടുത്തു. ഇത് വിപണിയിലേക്ക് എത്തിക്കാൻ നിരവധി ഇൻവെസ്റ്റേഴ്സിനെ കാണുകയും തന്റെ ഷെയർ അവർക്ക് നൽകുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ കയ്യിൽ 5% ഷെയർ മാത്രമായി മാറുന്നു. സ്വാഭാവികമായും ഷെയർ കൂടുതലുള്ളവരായിരിക്കും ഒരു കമ്പനിയുടെ സ്ഥിതിഗതികൾ തീരുമാനിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. കാൾ ബെൻസിന്റെ പല അഭിപ്രായങ്ങളും തള്ളപ്പെട്ടു. അദ്ദേഹം ആ കമ്പനി വിട്ടു പുറത്തേക്ക് ഇറങ്ങുകയാണ് പിന്നീടുണ്ടായത്. ശേഷം മാൻഹെയിമിലെ ഒരു സൈക്കിൾ റിപ്പയറിംഗ് ഷോപ്പിൽ പാർട്ട്ണറായി ജോയിൻ ചെയ്യുകയാണ്. ബെൻസൻസി എന്ന് അതിന് പേരും കൊടുത്തു. വലിയ എഞ്ചിൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കമ്പനിയായി അദ്ദേഹം അത് മാറ്റിയെടുത്തു. 1886 കാൾ ബെൻസ് 3 ചക്രമുള്ള 2 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു മോട്ടോർ വാഹനം ഉണ്ടാക്കിയെടുത്തു. ലോകത്തിലെ ആദ്യത്തെ മോട്ടോർ ഓട്ടോമൊബൈൽ എന്നറിയപ്പെടുന്നത് ഇതാണ്. വേഗത കുറവും വില കൂടുതലും കാരണം പലരും ഇതിനെ തള്ളിപ്പറഞ്ഞു. തെറ്റുകൾ പറഞ്ഞവരെ അദ്ദേഹം ആക്ഷേപിച്ചില്ല. കൂടുതൽ സമയവും ഊർജവും നൽകി തന്റെ പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് ഇറക്കാൻ കഠിനമായി പരിശ്രമിച്ചു. ആയിടെ ബെൻസിന്റെ ഭാര്യ ബെർത്ത ബെൻസ് തന്റെ ഭർത്താവിനോട് പോലും ചോദിക്കാതെ ഒരു സാഹസിക പ്രവൃത്തിക്ക് തയ്യാറായി. തന്റെ ഭർത്താവ് ഉണ്ടാക്കിയ വാഹനവും കൊണ്ട് 100 മീറ്റർ ദൂരത്തിൽ ഒരു യാത്ര നടത്തി വിജയിച്ചു. ഈ വാർത്ത ലോകമെങ്ങും ഒഴുകിയതോടെ ബെൻസൻസി കമ്പനിയിലേക്ക് നിരവധി ഇൻവെസ്റ്റേഴ്സ് കടന്നു വന്നു. തെറ്റുകുറ്റങ്ങളെല്ലാം പരിഗണിച്ച് ബെൻസ് വിലോ എന്ന പുതിയ വാഹനം പണി തീർത്ത് വിപണിയിലേക്ക് ഇറക്കി. ഇതേസമയം ജർമ്മനിയിൽ ഡൈംലർ എന്ന മറ്റൊരു കമ്പനി കൂടി ആരംഭിച്ചു. സമ്പന്നനായ ഒരു വ്യക്തി ഈ കമ്പനിയെ സമീപിച്ച് അദ്ദേഹത്തിന്റെ മകളുടെ പേരായ മേഴ്സിഡീസ് എന്ന പേരിൽ ഒരു വാഹനം നിർമ്മിച്ചു നൽകാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. വാഹനം നിർമ്മിക്കുക മാത്രമല്ല, വൻതോതിൽ ജനശ്രദ്ധ നേടുകയും ചെയ്തു. സ്വാഭാവികമായും ബെൻസൻസി കമ്പനിക്ക് ഇതൊരടിയായി മാറി. എന്നാൽ ബെൻസ് ആ സമയം തന്നെ സ്പോർട്സ് കാർ നിർമ്മാണത്തിൽ ശ്രദ്ധ ചെലുത്തി. അതിനും വൻ സ്വീകാര്യത ലഭിച്ചു. 1914 ആയപ്പോഴേക്കും 1-ാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ജർമ്മനിയെ സാരമായി ബാധിച്ചതിനെ തുടർന്ന് സെയിൽസും പ്രൊഡക്ഷനും എല്ലാം ഒരുമിച്ച് തുടരാം എന്നുള്ള പ്ലാനിൽ ഡൈംലർ കമ്പനിയും ബെൻസൻസി കമ്പനിയും തീരുമാനമെടുത്തു. 1962 2 കമ്പനികളും സംയോജിച്ച് ഡൈംലർ ബെൻസ് കമ്പനി രൂപീകരിച്ചു. ഇത് തന്നെയാണ് പിന്നീട് മെഴ്സിഡീസ് ബെൻസ് എന്ന വൻ ശക്തിയായി മാറിയത്. ഇന്നും ആഡംബരത്തിന്റെ പര്യായമായാണ് മെഴ്സിഡീസിനെ നോക്കിക്കാണുന്നത്.